ഷാമെ, പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ ദിവസവും ഇങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുകയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രതികാര കഥയാണ്, കഥയല്ല, സംഭവമാണ്. 15 വർഷത്തെ പ്രതികാരമാണ്. നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു സംസാരിച്ചോ പറഞ്ഞു, ഇങ്ങനെ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കും, തിരിച്ചടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് പത്തി നോക്കി അടിക്കും എന്ന് നേരത്തെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞല്ലോ, ശ്യാം പറഞ്ഞ പോലെ. അതുപോലെ 15 വർഷം മുമ്പ് നടന്ന സംഭവം അത് ഇങ്ങനെ ഓർത്ത് മനസ്സിൽ വെച്ചിട്ട് അത് ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ ഒരാളെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ആ പക ഇങ്ങനെ മനസ്സിൽ ആളിക്കത്തിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക, അതാരും തിരിച്ചറിഞ്ഞുമില്ല. അങ്ങനെയാണ് ഈ തൃശ്ശൂർ പൊന്നൂക്കരയിൽ 54 വയസ്സുള്ള സുധീഷ് മരണപ്പെട്ടത്. എന്താണ് അതിനകത്ത് കൂടുതൽ വിവരങ്ങൾ? ജോണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുപോയ ഒരു കഥ, ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുപോയി. ഏതാണ്ട് 2010 കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് ഇന്നലെ തൃശ്ശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള പൊന്നൂർക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ് ആ മേഖല എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഒല്ലൂർ പോലീസ് ആ പരിധിയിലുള്ള വീട്ടിൽ, അവിടെ ഒരു സുകുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മരിച്ചത് സുധീഷ്, കൊന്നത് വിഷ്ണു. അവിടെ നടന്നിരിക്കുന്ന ഒരു സ്ട്രഗിളിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ സുകുമാരൻ എത്ര പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ആ കൊലപാതകത്തെ തടയാൻ കഴിഞ്ഞില്ല, സുകുമാരന് സാധിച്ചില്ല. ഈ കൊല്ലപ്പെട്ട സുധീഷും സുകുമാരൻ്റെ സുഹൃത്താണ്, കൊന്ന വിഷ്ണുവും സുകുമാരൻ്റെ സുഹൃത്താണ്. ഇതിൻ്റെ ഒരു മോട്ടീവാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് 2010 കാലഘട്ടത്തിൽ ഈ സുധീഷ് ഏതാണ്ട് അന്ന് അയാൾക്കൊരു 10-39 വയസ്സുണ്ടായിരിക്കാം. ആ സമയത്ത് ഇയാളുടെ സഹോദരി, നടന്നുപോയ സഹോദരിയെ ഈ വിഷ്ണു, ഇന്ന് 38 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അറിയാലോ, 15 വർഷം എന്നൊക്കെ പറയുമ്പോൾ 23 അത്രേ ഉള്ളൂ. പ്രായമേ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വയസ്സുള്ള ഒരാൾ, ഈ വിഷ്ണു, ഈ സുധീഷിൻ്റെ സഹോദരിയെ പരിഹസിച്ചു, കളിയാക്കി കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം അന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ വരെ പരാതി നീണ്ടുപോയൊരു സാധനമാണ്. ഇത് ആദ്യം 2 കുടുംബക്കാർ തമ്മിൽ തർക്കമായി. ഇതെല്ലാം ഒരു നാട്ടുകാരാണ്. 2 കുടുംബക്കാർ തമ്മിൽ തർക്കമായി. പിന്നെ പൊതുപ്രവർത്തകർ അതിനിടയിൽ ഇടപെട്ടു. ഒടുവിൽ ഇത് പോലീസ് സ്റ്റേഷൻ വരെ ഈ സംഭവം നീണ്ടുപോയി. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഇവർക്കിടയിൽ ഉണ്ടായത്. അങ്ങനെ പിന്നീട് മുന്നോട്ട് പോകുന്ന ദീർഘകാലം ഇവർ പരസ്പരം സഹകരിക്കാതിരുന്നു. പിന്നീട് സഹകരിച്ച് തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ സുകുമാരൻ്റെ വീട്ടിൽ വെച്ച് ഇവർ 2 പേരും ഒരുമിച്ചെത്തി. സുകുമാരൻ്റെ വീട്ടിൽ, സുകുമാരൻ്റെ ക്ഷണപ്രകാരമാണ് ഈ 2 പേരും ഈ വീട്ടിലേക്ക് വന്നത്. അവിടെ വെച്ച് ഇന്നലെ ഉച്ച മുതൽ ഇവർ മദ്യപിക്കുന്നുണ്ട്. മദ്യപിച്ച് വൈകിട്ടായപ്പോഴേക്കും പഴയ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച കയറി വന്നു. ആലോചിക്കണം, പഴയ വിഷയങ്ങൾ ഇവർക്കിടയിലേക്ക് ഇങ്ങനെ നൂർന്ന് കയറി വന്നു. പഴയ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങി. ആ കാലഘട്ടത്തിൽ തൻ്റെ 23-ാമത്തെ വയസ്സിൽ താൻ വിജയിച്ച കഥകളെക്കുറിച്ച് വിഷ്ണു പറഞ്ഞു. അന്ന് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ ഇന്നാണോ എന്ന രീതിയിൽ വിഷ്ണു സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇവർക്കിടയിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാരസ്യങ്ങൾ ഉണ്ടായി തുടങ്ങി. സുധീഷ് തൻ്റെ പെങ്ങളെ, സഹോദരിയെ പരിഹസിച്ച കഥ ഈ വിഷ്ണു എടുത്തിട്ടപ്പോൾ സുധീഷ് അതിൽ പ്രകോപിതനായി. സുധീഷ് അതിനെ ചോദ്യം ചെയ്തു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഈ വിഷ്ണുവും സുധീഷും തമ്മിൽ കയ്യാങ്കളിയായി. വിഷ്ണു ഈ സുധീഷിനെ വീടിനകത്തെ ഭിത്തിയിൽ പിടിച്ച് തലയിടിച്ചു. തല പിടിച്ച് ഇടിക്കുകയും ആദ്യം തല പിടിച്ച് ചേർത്ത് വെക്കുകയും, പോലീസ് പറയുന്നത് പ്രകാരം തല പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുതുകിന് പിൻഭാഗത്ത് ആസ്ട്രോബ്ലേഡ് ഉണ്ടല്ലോ, അത് വെച്ച് ആഞ്ഞുകുത്തി. മുതുഭാഗത്ത്, ശരീരത്തിന് പിൻഭാഗത്ത്, മുതുകിന് പിൻഭാഗത്തെന്ന് പറഞ്ഞു, ക്ഷമിക്കണം. മുതുകിൽ ആസ്ട്രോബ്ലേഡ് വെച്ച് ആഞ്ഞുകുത്തിയപ്പോൾ അവിടെ വലിയ മുറിവുണ്ടായി, രക്തം വാർന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം ഈ സുകുമാരൻ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്
പോലീസ് പറയുന്നത്. ഈ കേസിലെ മെയിൻ ദൃക്സാക്ഷിയും സുകുമാരനാണ്. ഇതിന് പിന്നാലെ ഭിത്തിയുടെ ഉയർന്നിരിക്കുന്ന ഭാഗത്തിലേക്ക് ഇയാളുടെ സുധീഷിൻ്റെ തല പിടിച്ച് ആഞ്ഞിടിച്ച് തലയിൽ മുറിവ് പറ്റി രക്തം പാർന്ന ശേഷമാണ് രക്തം പാർന്ന അബോധാവസ്ഥയിലായി സുധീഷ് വീണപ്പോഴാണ് വിഷ്ണു ഈ വീട് വിട്ട് പുറത്തേക്ക് പോയത്. തൊട്ട് പിന്നാലെ തന്നെ സുകുമാരൻ ഇതുപോലെ ഇയാളെയുമായി സഹായത്തിന് ആളുകളെയും വിളിച്ച് ഇദ്ദേഹത്തെ അതായത് ഈ സുധീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തുമ്പോഴും ഇയാൾ അബോധാവസ്ഥയിലാണ്. ഇങ്ങനെ ഇന്നലെ രാത്രി മുഴുവൻ ചികിത്സ നൽകി ഇന്ന് രാവിലെ സുധീഷ് മരണപ്പെട്ടു. സുധീഷ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. തനിച്ചാണ് താമസം. ഈ വിഷ്ണുവിനാണെങ്കിൽ നിരവധി ക്രൈം കേസുകളിലെ പ്രതിയാണ്. ഒട്ടനവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന 38 വയസ്സുകാരൻ. അപ്പോൾ അയാൾക്കൊരു പ്രകോപനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു പ്രകോപനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസവും സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. എപ്പോഴാണ് ഒരാൾ കൊല്ലപ്പെടുന്നതെന്നൊന്നും പറയാൻ പറ്റാത്ത, നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ കൊലപാതകം നടക്കും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. എന്തും സംഭവിക്കാം. ഞാനൊരിക്കൽ ജോണേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാനും നമ്മുടെ ഒരു സഹപ്രവർത്തനം കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ സിഗ്നലിൽ ലൈറ്റ് ഓഫ് ചെയ്തു. സിഗ്നൽ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോയപ്പോൾ ഒരു വാഹനം കടന്നു വരാറായപ്പോഴേ പെട്ടെന്ന് ഓഫായത്. ആ വാഹനം ചവിട്ടി നിർത്തി. അതായത് പിന്നെന്താ സംഭവിക്കുന്നത്, റെഡ് വീഴാൻ പോവുകയാണെന്ന് വിചാരിച്ചാണ് അത് ഓഫായത്. ബാക്കിൽ വന്ന വാഹനം നോക്കിയപ്പോൾ സിഗ്നൽ ഓഫായി. അത് കടന്നു പോകാനുള്ള ഇതിൽ വന്നു. അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഇത് ചവിട്ടി നിർത്തുകയും ചെയ്തു. ഇതിൽ വന്ന് മറ്റേ വാഹനം ഇടിച്ചു. ഇത് രണ്ടുപേരും ഇരുചക്ര വാഹനക്കാരാണ്. പിന്നെ ഇവർ സംസാരിക്കുന്നൊന്നുമില്ല. ഹെൽമെറ്റ് വെച്ചുള്ള അടി. അവർ ഏകദേശം ഒരു 5 മിനിറ്റോളം ആ ദേശീയപാത ബ്ലോക്കാക്കി, യുദ്ധക്കളമാക്കി. ഉച്ച സമയം രണ്ടുപേരും പരസ്പരം ആഞ്ഞടിക്കുകയാണ്. ഒരാളുടെ ഹെൽമെറ്റ് പൊട്ടിയപ്പോൾ അദ്ദേഹം തൊട്ടപ്പുറത്തെ വാഹനത്തിൽ ഹെൽമെറ്റ് പിടിച്ചു വാങ്ങാൻ നോക്കിയാണ്. അയാൾ പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുകയാണ്. രണ്ടും ചെറുപ്പക്കാരാണ്. ചെറിയ ഏതാണ് 30 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളാണ് ഇവരൊക്കെ. ഈ രണ്ടുപേരും ഒന്നുകിൽ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഈ സമയത്ത് ജോലിക്ക് കയറിയ ആരെങ്കിലുമോ ആയിരിക്കണം. ഇവർ ഉച്ചയ്ക്ക് റോഡിൽ കിടന്ന് ഒരു സിനിമയിൽ മാമൂക്കോയും ജഗദീഷൂടെ കാട്ടിക്കൂട്ടുമല്ലോ, ചുരിക കൊണ്ടുവന്ന്, ഒരു പഴയ സിനിമയാണ്. രണ്ടുപേരൂടെ കാട്ടിക്കൂട്ടുന്ന പരിപാടി പോലെ ഇവർ രണ്ടുപേരുടെ നടുറോഡെന്നല്ല ദേശീയപാതയിൽ അംഗം വെട്ടിയാണ്. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാരണമൊന്നും ആർക്കും വേണമെന്ന് ഒരു കാര്യവും ഇല്ല. ഈ മദ്യപിക്കുന്ന ആളുകൾ തന്നെ ഇടുപ്പിൽ ഈ പറയുന്ന പോലെ കഞ്ചാവ് കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ മദ്യത്തിനൊപ്പം തന്നെ ഈ സാധനവും കൂടി തലയ്ക്ക് പിടിക്കുന്നതോടുകൂടി അക്രമ സ്വഭാവം ഇരട്ടിയാവും. അക്രമ സ്വഭാവമാണ് വെറും 10-15 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരാളുടെ പിടിച്ച് ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തി അസ്ട്രാ ബ്ലേഡ് കൊണ്ട് കുത്തി കീറാനുള്ള മനോനില. മറന്നു കളയേണ്ട സംഭവമാണ്. ഇതാദ്യം ഈ വിഷ്ണു എടുത്തിട്ടു, അതിൽ കയറി ഈ സുധീഷ് പിടിച്ചു. ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഈ സഹോദരിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. മാത്രമല്ല മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരട്ടി ദേഷ്യം വരും. അപ്പോൾ എന്താ, പ്രതികരിക്കാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽസിൻ്റെ മുമ്പിൽ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഇയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആശുപത്രി വൃത്തങ്ങൾ ശ്രമിച്ചു നോക്കി. പക്ഷേ മാർഗമല്ല. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി. തലച്ചോറിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി. അതോടുകൂടി പിന്നെ ഒന്നിൽ കോമയിലേക്ക് പോകും, അല്ലെങ്കിൽ മരണം സംഭവിക്കും. അതാണ് സാധാരണ ഉണ്ടാകാറുള്ളൊരു സാധനം. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ബ്രെയിനിലേക്ക് ബ്ലഡ് ഇറങ്ങാത്തൊരു അവസ്ഥ ഉണ്ടാകണം. ചിലരുണ്ട് ഈ തട്ടി വീണാലും തല ചെന്നിടിച്ച് അപ്പോൾ ഒന്നും കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ വൊമിറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അത് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ്, തലയ്ക്ക് ക്ഷതമേറ്റ് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക, ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ മാക്സിമം ശ്രമിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. വിഷ്ണു ഒരുപാട് ക്രൈം കേസുകളിൽ പ്രതിയാണ്. 4 കേസുകൾ അയാൾ നിലവിൽ ജാമ്യത്തിലാണ്. ജാമ്യത്തിൽ ഇരിക്കുകയാണ്. 4 കേസിൽ ജാമ്യത്തിലുള്ള ആളെന്ന് ആലോചിച്ച് നോക്ക്.
പോകുന്നു, ക്രൈം കേസ് ഉണ്ടാക്കുന്നു, ഏതെങ്കിലും മറ്റേ വെബ് സീരീസിൽ പറയുന്നത് നിസ്സാരം നിസ്സാരം. അല്ലേ? അതാണ് അവസ്ഥ, നമ്മുടെ അവസ്ഥ. നിയമവ്യവസ്ഥയൊക്കെ എന്തായാലും ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ പറയുന്ന പോലെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം കൂടെ ഓരോ ക്രൈം കേസ് എടുത്ത് വെച്ച് ഓരോ സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ഇവരൊക്കെ വളരെ എന്താ പറയുക, ഈ നാട്ടിൽ നടക്കുന്ന ക്രൈം കേസുകളുടെ സ്വഭാവം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇവർക്കെല്ലാം കിളി പറയോ? നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കാര്യം നോക്കി നടക്കുക. അതേ നമുക്ക് ചെയ്യാം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ബസ്സിൽ കയറിയപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു ചെറുപ്പക്കാരനും ഒരു പ്രായമുള്ള മനുഷ്യനും തമ്മിൽ ഒരു സീറ്റിന് വേണ്ടി രണ്ടുപേരും ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ സീറ്റിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇത് കോമൺ ആയിട്ട് പറഞ്ഞതായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും തോന്നി. അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ പ്രായമുള്ള മനുഷ്യനല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇദ്ദേഹം അങ്ങ് എണ്ണീറ്റു. ഇദ്ദേഹം നൂറിന് അങ്ങ് സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈ എണ്ണീറ്റ ആൾക്ക് ചെവിക്കന്നെ മുളക്കെ ഒരടി, ഇരുന്നാൾക്കും ഒരടി. രണ്ടുപേരും അടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചെറുപ്പക്കാരൻ രണ്ടുപേരുടെയും തല്ലി. പിന്നെ അവൻ വീണ്ടും തല്ലാൻ റെഡിയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം അവനെ പിടിച്ചു മാറ്റിയത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്തൊക്കെ അടിച്ചിട്ടാ കയറുന്നതെന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതെ. ശരി.